അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്യൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഒരു ചക്കപ്പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചക്കപ്പലഹാരം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് പഴുത്ത ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത്. ചക്കച്ചോളൻ്റെ കുരുവൊക്കെ മാറ്റി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 7 സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് വരാം. ഇതാ നമ്മുടെ ചക്കയും പഞ്ചസാരയും കൂടെ ഞാനിവിടെ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കരുത്. കൈയെടുക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ചക്ക ഇതാ ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് നല്ലോണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 6 സ്പൂണ് കോൺഫ്ലവറും കൂടെ കൂട്ടി കൊടുക്കണം. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് കൈയെടുക്കാതെ ഇളക്കണം. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്ന സാധനമാണല്ലോ അത്. ഞാൻ അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ അതാ നമ്മുടെ ചക്കയും കോൺഫ്ലവറും എല്ലാം ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം കുറുക്കിയെടുക്കരുത്. അരുവൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കരുത്. കുറച്ചൊരു അയവിൽ വേണത് എടുക്കാൻ. നമുക്കിത് ഒന്നും കൂടെ അതിൻ്റെ ശേഷം നമുക്കിത് സെറ്റ് ചെയ്യണ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തീയൊക്കെ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യണ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിതാ അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നത്. ഏതോ പാത്രമായാലും കുഴപ്പമില്ല, ചതുരത്തിലായാലും വട്ടത്തിലായാലും ഒന്നും കുഴപ്പമില്ല. അപ്പം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിതാ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് തേങ്ങ ഞാനിവിടെ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയായ ചക്ക കൊണ്ടുണ്ടാക്കിയ പലഹാരം ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇപ്പോൾ ചക്കൻ്റെ കാലമാണല്ലോ. ചക്കക്കാലം കഴിയുമ്പോഴത്തേന് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്.